ഹായ്! എല്ലാവർക്കും ജോൺ ലൂയിസ് മെമ്മറി സ്കൂളിലേക്ക് ഒരു വലിയ സ്വാഗതം. ഇങ്ങനൊരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? നമ്മളൊരു റൂമിലേക്ക് എന്തോ എടുക്കാൻ വേണ്ടി വരും. അവിടെ എത്തുമ്പോഴോ എന്തിനാ വന്നതെന്ന് ഒരു പിടിയില്ല. തല ശൂന്യമായതുപോലെ, അല്ലേ? ഇത് നമുക്കെല്ലാവർക്കും സംഭവിക്കുന്ന ഒന്നാണ്. പക്ഷെ വിഷമിക്കണ്ട, ഇതിനൊരു കിടിലൻ പരിഹാരമുണ്ട്. അപ്പോ എന്തിനേയും മറക്കാനാവാത്ത ഒന്നാക്കി മാറ്റാൻ നമ്മളെ സഹായിക്കുന്നതാരാണെന്നോ? സാക്ഷാൽ മെമ്മറി ഗ്രാൻഡ് മാസ്റ്റർ ജോൺ ലൂയിസ്. നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ പഠിക്കാം, അല്ലേ? ഈ ഒരു യാത്രയിൽ അദ്ദേഹമായിരിക്കും നമ്മുടെ ഗൈഡ്. അപ്പോ എല്ലാവരും റെഡിയാണോ? നമ്മുടെ ഈ പ്രശ്നത്തിനുള്ള ആ മാന്ത്രിക വിദ്യ എന്താണെന്നറിയണ്ടേ? ഇതാ പിടിച്ചോ, പ്ലേ വി ഫ്രെയിംവർക്ക്. ഓർമ്മശക്തി കൂട്ടാനുള്ള നിങ്ങളുടെ സ്വന്തം സീക്രട്ട് വെപ്പൻ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഈ പ്ലേ വിയുടെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം. പി എന്നാൽ പിക്ചർ, എൽ ലൊക്കേഷൻ, എ അസോസിയേഷൻ, വൈ യമ്മി, പിന്നെ വി വിഷ്വലൈസേഷൻ. പേടിക്കേണ്ട, ഇതോരോന്നും എന്താണെന്ന് നമുക്ക് സിമ്പിളായിട്ട് അടിച്ചു പൊളിച്ച് പഠിക്കാം. ഏതൊരു വലിയ ബിൽഡിങ്ങിനും ഏറ്റവും പ്രധാനം എന്താ? അതിന്റെ ഫൗണ്ടേഷൻ, അല്ലേ? അതുപോലെ തന്നെയാ നമ്മുടെ ഓർമ്മയുടെ കാര്യം. അപ്പോ ആദ്യത്തെ 2 സ്റ്റെപ്പുകൾ അത് നമ്മുടെ ഈ ഓർമ്മയുടെ ബിൽഡിങ്ങിന് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഇടാനാണ്. അതായത് മനസ്സിലൊരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോ ആദ്യത്തേത് പിക്ചർ. നിങ്ങൾ എന്താണോ ഓർക്കാൻ ശ്രമിക്കുന്നത് അതിന്റെ ഒരു ചിത്രം മനസ്സിൽ കാണുക. നല്ല ക്ലിയർ ആയിട്ട് കാണണം, കേട്ടോ? അതാണ് സ്റ്റെപ്പ് 1. ഇനി നിങ്ങൾ അങ്ങനെ കാണുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മനസ്സ് ആ ചിത്രത്തിനൊരു സ്ഥലം കൊടുക്കും. ചിലപ്പോൾ ഒരു ഫ്രിഡ്ജിന്റെ മുകളിലായിരിക്കും, അല്ലെങ്കിൽ ഒരു മരത്തിലായിരിക്കും. അതാണ് ലൊക്കേഷൻ. ഇത് രണ്ടും നമ്മൾ അറിയാതെ തന്നെ സംഭവിക്കുന്നതാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കേ, അപ്പം നമ്മുടെ ഫൗണ്ടേഷൻ സെറ്റായി. ഇനി വരാൻ പോകുന്നത് ശരിക്കുള്ള കളിയാണ്. ഓർമ്മകൾ ഉണ്ടാക്കുന്നതിലെ ആ ഒരു മാജിക്. അത് തുടങ്ങുന്നത് ഈ അടുത്ത 2 സ്റ്റെപ്പുകളിലാണ്. അടുത്തത് അസോസിയേഷൻ. സിമ്പിളായി പറഞ്ഞാൽ, ഒരു പുതിയ ഐഡിയയെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒന്നുമായിട്ട് ലിങ്ക് ചെയ്യുക. ഒരു ചങ്ങല കണ്ടിട്ടില്ലേ? അതിലെ ഓരോ കണിയും അടുത്തതിനോട് ചേർന്നിരിക്കുന്നതുപോലെ നമ്മൾ ഓരോ ഓർമ്മയെയും അടുത്ത ഓർമ്മയുമായിട്ടിങ്ങനെ കൊളുത്തിയിടുന്നു. ഇനി വരുന്നത് യമ്മി. അയ്യോ, ഇത് കേട്ട് വിശന്നിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ഇവിടെ യമ്മിന്ന് പറഞ്ഞാൽ ഓർമ്മയെ ടേസ്റ്റിയാക്കുകയല്ല, മറിച്ച് അതിനെ അസാധാരണമാക്കുക, എക്സ്ട്രാ ഓർഡിനറി ആക്കുക എന്നതാണ്. നമ്മുടെ തലച്ചോറിന് ഇതെന്തൊരു സംഭവം എന്ന് തോന്നി അതിനെ മറക്കാൻ പറ്റാത്ത രീതിയിലാക്കണം. അപ്പോ എങ്ങനെയാണ് ഒരു ഓർമ്മയെ യമ്മിയാക്കുന്നത്? അതിനുള്ള ചില ടൂൾസ് നോക്കാം. 1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഒരു മനുഷ്യന് കൊമ്പുണ്ടെന്ന് ചിന്തിക്കുന്നത് പോലെ. 2. സംസാരിപ്പിക്കുക. വസ്തുക്കളോ മൃഗങ്ങളോ സംസാരിക്കുന്നതായി സങ്കൽപ്പിക്കുക. 3. പ്രാസം ഉപയോഗിക്കുക. തമാശയുള്ള വാക്കുകൾ. 4. എക്സാജറേറ്റ് ചെയ്യുക. ഭയങ്കര വലുതാക്കുകയോ തീരെ ചെറുതാക്കുകയോ ചെയ്യുക. 5. ഫൺ ഫാക്ടർ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും നടൻ ആ സീനിലുണ്ടെന്ന് വിചാരിക്കുക. 6. മിമിക്രി. ഒരു തമാശയുള്ള ശബ്ദത്തിൽ ആ സംഭവം മനസ്സിൽ കേൾക്കുക. ഇതൊക്കെയാണ് വഴികൾ. അപ്പോ നമ്മുടെ പ്ലേവേയിലെ അവസാനത്തെയാളാണ് വിഷ്വലൈസേഷൻ. ഇതാണ് എല്ലാം കൂടെ ഒന്നിച്ചു കൂട്ടുന്ന സ്റ്റെപ്പ്. നമ്മൾ ഇതുവരെ പഠിച്ച പിക്ചർ, ലൊക്കേഷൻ, അസോസിയേഷൻ, യമ്മി ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ മനസ്സിൽ ഒരു കുഞ്ഞു സിനിമയുണ്ടാക്കാൻ പോകുകയാണ്. റെഡിയല്ലേ എല്ലാവരും? ശരി, നമുക്കിതൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ? ഇതാ ഒരു ലിസ്റ്റ്. മാങ്ങ, പട്ടി, കുതിര, ന്യൂസ് പേപ്പർ, പിന്നെ ചിക്കൻ റോസ്റ്റ്. ഞാൻ പറയുമ്പോൾ എന്റെ കൂടെ നിങ്ങളും ഈ സിനിമ മനസ്സിൽ കാണണം. റെഡി? ഓക്കെ, തുടങ്ങാം. ആദ്യം നിങ്ങളുടെ മനസ്സിൽ നല്ലൊരു മാങ്ങ കാണുക. നല്ല പഴുത്ത മഞ്ഞ മാങ്ങ. ഇനി നിങ്ങളതൊന്ന് മുറിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു പട്ടി ബൗ ബൗ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ചാടുന്നു. കണ്ടോ? ഒരു മാങ്ങയിൽ നിന്ന് പട്ടി വരുന്നത് ഒരു സാധാരണ സംഭവമല്ലാത്തതുകൊണ്ട് നമ്മുടെ തലച്ചോറ് ഇത് പെട്ടെന്ന് ഓർമ്മിച്ചു വെക്കും. ഇനി ആ പട്ടിയെ നോക്കിക്കേ. അവൻ വെറുതെ നിൽക്കുകയല്ല, അവനൊരു കുതിരയുടെ പുറത്ത് കയറി അതിവേഗത്തിൽ പാഞ്ഞു പോവുകയാണ്, ഒരു റേസർ പോലെ. ഇവിടെ നമ്മൾ എക്സാജറേഷനാണ് ഉപയോഗിച്ചത്. ഈ ഒരു കാഴ്ച മറക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ്, ആ കുതിരയ്ക്കെന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ. എന്താണത്? അയ്യോ, ആ കുതിരയെ മൊത്തത്തിൽ ന്യൂസ് പേപ്പർ വെച്ച് പൊതിഞ്ഞിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പത്രക്കുതിര. എങ്ങനെയുണ്ട്? ഇതാണ് അസോസിയേഷൻ. ഇനി നമ്മുടെ അവസാനത്തെ ഐറ്റം. നിങ്ങൾ ആ കുതിരയുടെ പുറത്തുള്ള ഒരു ന്യൂസ് പേപ്പർ എടുക്കുന്നു. എന്നിട്ട് അതിൽ നല്ല ചൂടുള്ള മസാലയൊക്കെ പിടിച്ച് ഒരു ചിക്കൻ റോസ്റ്റ് പൊതിയുന്നു. ആഹാ, ആ ചിക്കൻ റോസ്റ്റിന്റെ മണം മൂക്കിലേക്ക് വരുന്നുണ്ടോ? ഇതോടെ നമ്മുടെ ലിസ്റ്റ് പൂർത്തിയായി. അപ്പോ നമ്മുടെ സിനിമ ഒന്നുകൂടി ഓടിച്ചു നോക്കാം. മാങ്ങ, അതിൽ നിന്ന് ചാടുന്ന പട്ടി, ആ പട്ടി ഓടിക്കുന്ന കുതിര,
ന്യൂസ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞ കുതിര, ആ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ ചിക്കൻ റോസ്റ്റ്. കണ്ടോ, ആ ഫുൾ സിനിമ മനസ്സിൽ വന്നില്ലേ? അത്രേ ഉള്ളൂ കാര്യം. നിങ്ങൾ ആ ലിസ്റ്റ് പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ ഈ ടെക്നിക് പഠിച്ചില്ലേ? ഇനി നിങ്ങളുടെ ഊഴമാണ്. നിങ്ങൾ പഠിച്ച ഈ പുതിയ സൂപ്പർ പവർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? ശരി, ഇതാ നിങ്ങൾക്കുള്ള ഷോപ്പിംഗ് ലിസ്റ്റ്. പാൽ, ബ്രെഡ്, ആപ്പിൾ, കോഫി, പിന്നെ ബട്ടർ. ഇപ്പൊ തന്നെ ഈ പ്ലേവി ടെക്നിക് ഉപയോഗിച്ച് നിങ്ങളുടെ സ്വന്തം ഒരു സിനിമ മനസ്സിലുണ്ടാക്കി നോക്കിക്കേ. എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ? നിങ്ങളുണ്ടാക്കിയ ആ കിടിലൻ കഥ താഴെ കമന്റ് ബോക്സിൽ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണേ. നിങ്ങളുടെയൊക്കെ ഭാവനകൾ കാണാൻ ഞങ്ങൾക്കും ഒരു ആകാംക്ഷയുണ്ട്. മറ്റുള്ളവർ എങ്ങനത്തെ കഥകളാണ് ഉണ്ടാക്കിയെന്ന് നോക്കുന്നതും ഒരു രസമല്ലേ? അപ്പോ ഓർമ്മശക്തി കൂട്ടാനുള്ള ഈ 5 അടിപൊളി തത്വങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന മെമ്മറി ഗ്രാൻഡ് മാസ്റ്റർ ജോൺ ലൂയിസിന് നമ്മുടെ എല്ലാവരുടെയും വക ഒരു വലിയ താങ്ക്സ്. ഇതുപോലെ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓർമ്മകൾ ഉണ്ടാക്കുന്നത് ഒരു രസകരമായ കളിയായി മാറും. ഈ വിവരണം കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ലേണിംഗ്.